മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വി.ഡി. സതീശനെ യു.ഡി.എഫിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടേ ഉള്ളൂ. മുസ്ലിം ലീഗ് എല്ലാ രീതിയിലുള്ള നെറുകേടുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ കേട്ടില്ലേ? വെള്ളാപ്പള്ളിക്കെതിരെ, സുകുമാരൻ നായർക്കെതിരെ തെറിവിളികൾ തെരുവിൽ തുടങ്ങിക്കഴിഞ്ഞു. മുസ്ലിം ലീഗ തെറിവിളികളുമായിട്ട് രംഗത്തെത്തിയത് ലീഗാണ്. അതായത് യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിനെ നിയന്ത്രിക്കുക മുസ്ലിം ലീഗാണ് എന്നുള്ളതിന്റെ ആദ്യ തെളിവാണ് ഇപ്പൊ പുറത്തു വന്നത്. മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടില്ല. ഇത് മലപ്പുറത്ത് നടന്ന പ്രകടനമൊന്നുമല്ല, ഇത് ഇടുക്കിയിൽ, ഈ ലീഗിന്റെ വലിയ കോട്ടയൊന്നുമല്ല, ആ ഇടുക്കിയിൽ പോലും അവർ ഭരണം തുടങ്ങിയിരിക്കുന്നു. ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർ, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരെ പച്ചക്ക് തെരുവിൽ തെറിവിളിച്ചുകൊണ്ടാ മുസ്ലിം ലീഗ് രംഗത്തെത്തിയത്. തനി കൊളം കാട്ടിക്കൊണ്ടാണ് അവര് രംഗത്തെത്തിയത്. വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞതിൽ ഇപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? യു.ഡി.എഫ് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിയാൽ മുസ്ലിം ലീഗാണ് സകലതും കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? വെള്ളാപ്പള്ളിക്കെതിരെ, സുകുമാരൻ നായർക്കെതിരെ തെരുവിൽ തെറിവിളികൾ നടത്തുക എന്റെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെയുള്ള സകല മതഭേദമന്യേ സകല ബോധമുള്ള ആളുകളും ചിന്തിക്കേണ്ടതാ. ഏതെങ്കിലും ഒരു പാർട്ടി മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് എ.പി. ഉസ്താദിനെതിരെയും ഇ.കെ. ഉസ്താദിനെതിരെയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടി തെറിവിളികളുമായിട്ട് രംഗത്തെത്തിയാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ ചർച്ച? എന്തായിരിക്കും നമ്മുടെ കേരളത്തിലെ പുകല്? അതിന് സമാനല്ലേ ഈ മുസ്ലിം ലീഗ് ചെയ്തത്? മതപാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് കേരളത്തിൽ ചെയ്തത് അങ്ങേറ്റത്തെ നെറുകയാണല്ലേ ഈ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരെ പച്ചക്ക് തെരുവിൽ തെറിവിളിക്കുക, തോന്നിയത് വിളിക്കുക. ഇതാണ് ബോധമുള്ള സകല ആളുകളും തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളൊക്കെ നിരവധി വീഡിയോകളിലൂടെ വ്യക്തമാക്കി മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ സകലതും നിയന്ത്രിക്കാൻ പോകുന്നത് ലീഗാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്, അതുപോലെയുള്ള തീവ്ര സംഘടനകളാണ്. ലീഗ് ഒരു മതേതര പാർട്ടിയൊന്നുമല്ല, ലീഗ് മതപാർട്ടിയാണ്. അതിലൊരു തർക്കമില്ലാത്ത വിഷയം. അതിന്റെ ലേറ്റസ്റ്റ് കൃത്യമായ ഒരു തെളിവാ നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. കെ സുരേന്ദ്രൻ വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് തന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇവിടെ കൊടുക്കാം. ഹൈ കമാൻഡ്, അതായത് പാണക്കാട് തങ്ങളുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെയും ഫോട്ടോ വെച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ തുറന്ന പ്രഖ്യാപനം നടന്നിട്ടുണ്ട്. കേരളം ഇനി നിയന്ത്രിക്കുക ഇവരാണ് എന്ന പച്ചക്ക് കെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞത്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കന്മാർ കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ചു പറഞ്ഞതാ. യു.ഡി.എഫ് അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സകലതും പിന്നിൽ നിന്ന് നിയന്ത്രിക്കുക ജമാഅത്തെ ഇസ്ലാമിയാണ്, ഈ ലീഗാണ് എന്നൊക്കെ. ഇത് സകല ആളുകൾ തിരിച്ചറിയും. ആ പറഞ്ഞത് യാഥാർത്ഥ്യമാവില്ല. നമ്മളൊക്കെ നിരന്തരം വീഡിയോകളിലൂടെ പറഞ്ഞതാ. നാട് കുട്ടിച്ചോറാക്കാനാണ് ലീഗ് രംഗത്തിറങ്ങുക എന്നുള്ളത്. ഇതൊക്കെ എത്ര നെറുകേടാണ്. ഇടുക്കിയിലാണ് നടന്നത്, മലപ്പുറത്തല്ല. അതായത് ലീഗിന്റെ കോട്ടയിലല്ല ഇത് നടന്നത്. ഇത് നടന്നിട്ടുള്ളത് ഇടുക്കിയിലാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഇനി ഇതുപോലെയുള്ള തോന്നിവാസമായിട്ട് ലീഗ് രംഗത്തിറങ്ങും. ഒരു തർക്കവും വേണ്ട. ഓരോ ആളുകളും ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചോക്കോ. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോ ഡൽഹിയിലാണോ? അല്ല, പാണക്കാട്ടെ മുറ്റത്താണ് എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിഞ്ഞില്ലേ? കോൺഗ്രസുകാരുടെ വലുത് എന്ന് പറയുന്നത് 63 MLA-മാരല്ല, ലീഗിന്റെ 22 എന്നുള്ളതും സകലരും തിരിച്ചറിഞ്ഞില്ലേ? സകല ബഹുഭൂരിപക്ഷവും, അതായത് ലീഗിന്റെ കയ്യിലുള്ള MLA-മാരെക്കാൾ അധികം MLA-മാര് കോൺഗ്രസിൽ നിന്ന് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് ഒരു തർക്കമില്ലാത്ത വിഷയം അതിന്റെ തെളിവുകൾ സഹിതം പുറത്തു വന്നതാ.
എന്നിട്ട് പോലും VD സതീശൻ എങ്ങനെ മുഖ്യമന്ത്രിയായി? പ്രത്യേകം ഓർക്കേണ്ടതാണ്, കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ MLA-മാർ ആരെയാണോ പിന്തുണയ്ക്കുക അതിനനുസരിച്ചാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തിരഞ്ഞെടുക്കാറുള്ളത്. ആ ശൈലി തന്നെ മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? ഈ പറയുന്ന സതീശന് വേണ്ടി. എന്തിനു വേണ്ടി? സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വലിയ രീതിയിൽ വെളുപ്പിക്കോ? ജമാഅത്തെ ഇസ്ലാമി എന്ത് വർഗീയതയാണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ വല്ലാത്തൊരു തൊലിക്കട്ടി വേണ്ടേ? അത് VD സതീശനുണ്ട്. VD സതീശൻ അത് വിളിച്ചു പറയും, നിരന്തരം പറയും. ഇനിയും നമ്മളത് കാണാനിരിക്കല്ലേ? ഈ പറയുന്ന ലീഗിന് വേണ്ടിയിട്ടോ ഏത് രീതിയിലും VD സതീശൻ രംഗത്തിറങ്ങും. ഈ പറയുന്ന ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പിടിവലി നടത്തി. അവർ പിടിമുറുക്കി ഈ പറയുന്ന കോൺഗ്രസിനെയൊക്കെ വരച്ച വരയിൽ അങ്ങ് നിർത്തി. സതീശനാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പട്ടിക അടുത്തതിൽ പ്രിയങ്കനെ വരെ പൊട്ടിക്കുമെന്നുള്ള തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇതൊക്കെ സകല മലയാളികളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. നമ്മുടെ പ്രബുദ്ധ കേരളെ ഒരു മതപാർട്ടി പറയുന്നത് പോലെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും ചിന്തിക്കേണ്ടത്, ഒരു മതപാർട്ടിയെ മറ്റൊരു മതത്തിന്റെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാരെ പച്ചക്ക് തെറിവിളികളുമായിട്ട് തെരുവിലിറങ്ങുക, അതത്ര നെറികേടാണ്, അതത്ര ഊളത്തരമാണ്. ഇത് ഓരോ മലയാളികളും ഗൗരവത്തിൽ ചിന്തിക്കണം. അധികാരത്തിലേക്ക് UDF എത്തിയിട്ടേ ഉള്ളൂ. ആ പ്രഖ്യാപനം ഇങ്ങോട്ട് നടന്നിട്ടുള്ളൂ. ആരാ മുഖ്യമന്ത്രി എന്ന്? അതിന്റെ തൊട്ടു പിന്നാലെ ലീഗ് അണികൾ രംഗത്തിറങ്ങുക. ലീഗ് അണികള് ഒരു നിർദ്ദേശമില്ലാതെ രംഗത്തിറങ്ങുന്നത് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ലീഗ് അണികളൊക്കെ സ്വിച്ച് ഇട്ടാൽ ആ സ്വിച്ചിനനുസരിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാ. സ്വിച്ച് ഇട്ടാൽ അതിനനുസരിച്ച് ഒരു വര വരച്ചാൽ ആ വരയിൽ അതാ ലീഗ്. അപ്പൊ വെറുതെ കുറച്ച് ആളുകൾ മാത്രമാണോ ഈ തെരുവിലിറങ്ങിയിട്ട് പ്രധാനപ്പെട്ട പ്രത്യേക ഒരു മതപാർട്ടി മറ്റ് മതത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, വെള്ളാപ്പള്ളിയോ അല്ലെ ഈ പറയുന്ന ഈ സുകുമാരൻ നായരൊന്നും രാഷ്ട്രീയ പാർട്ടികളല്ല, ഹിന്ദു മത നേതാക്കന്മാരാ. അവരെയാണ് തെരുവിൽ തെറിവിളികളുമായിട്ട് ലീഗ് രംഗത്തിറങ്ങുന്നത്. ഇത് അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാ. വെള്ളാപ്പള്ളി വെറുതെയല്ല പറഞ്ഞത് UDF അധികാരത്തിലേക്ക് എത്തിയാൽ ലീഗ് എന്ത് നെറുകേടുമായിട്ട് രംഗത്തെത്തുമെന്ന്. വെള്ളാപ്പള്ളിക്കെതിരെ ഉറഞ്ഞു തുള്ളിയ ആളുകളൊക്കെ ഇപ്പോ എവിടെ പോയി? ലീഗ് ചെയ്തത് നെറുകേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഈ രംഗത്തിറങ്ങുന്നുണ്ടോ? ഇത് നേരെ തിരിച്ച് പ്രധാനപ്പെട്ട മതനേതാക്കന്മാർക്കെതിരെ AK സംസ്ഥയുമായി ബന്ധപ്പെട്ട് AP സംസ്ഥയുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിലെ കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ട് പ്രകടനം വിളിച്ചാൽ നമ്മുടെ കേരളത്തിൽ എന്തുമാതിരി വലിയ പ്രകടനങ്ങളും എന്തുമാതിരി വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കും, എന്തുമാതിരി വലിയ ചർച്ച നടത്തും. മാധ്യമങ്ങൾക്ക് സമയം ഉണ്ടാവും നിന്ന് തിരിയാൻ. ഇതിപ്പോ ലീഗ് ഇങ്ങനെയാണല്ലോ. ലീഗിന്റെ പ്രത്യേകതരം മതേതരത്വം ഇപ്പൊ സകല ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. നമ്മുടെ പ്രബുദ്ധ കേരളത്തിന്റെ സ്ഥിതി വളരെ പരിതാപകര. ഒരു മതപാർട്ടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ നാടെത്തി എന്നുള്ളത് സകലരും തിരിച്ചറിയാം. എന്തായിരുന്നു ഇവിടെ BJP ഇത്രയും കാലം തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്? അത് തന്നെയല്ല ഇപ്പോ നമ്മുടെ കൺമുന്നിലൂടെ നമ്മളൊക്കെ തന്നെ കാണുന്നത്.